കുഞ്ഞുകട്ടളെ എന്താ പാടി പിന്നെ ഇന്ന് ഞാൻ കോഴി മജ്ബൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടോളി, മോശം വരില്ല. കോഴി പൊരിച്ചാതെയാണ് കോഴി മജ്ബൂസ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിപ്പോ നമ്മളെ കോഴി മജ്ബൂസ് വറകടുപ്പിൽ ഉണ്ടാക്കണം. ഞാൻ തിരിച്ച് കത്തിച്ചു, ചെമ്പടുപ്പിൽ വെച്ചു. ചെമ്പിലേക്ക് ഞാൻ ഒരു കുഞ്ഞിക്കയിൽ ഓയിൽ ഒഴിച്ചു. അത് നിങ്ങളുടെ സാമ്പത്തികം കൂട്ടും ചെയ്യാം, കുറക്കും ചെയ്യാം. അതിലേക്ക് വേണ്ട ഒരു 3 പീസ് പട്ട, 21 15 ഇടയിൽ ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്കായും, പിന്നെ ചാരണീസ് അതായത് തക്കോലം എന്ന് പറയുന്ന സാധനം 2-3 പീസ് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഇട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 ഉള്ളി എപ്പോഴും നമ്മൾ ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്യണം. അല്ലാതെ പറ്റ നനുനുനെ അല്ലെങ്കിൽ കനം കുറച്ചിട്ടോ കട്ട് ചെയ്യരുത്. അത് ഈ മജ്ബൂസ് വളമ്പുമ്പോൾ കാണാനും രസം ഉണ്ടാവില്ല, അതുപോലെ തന്നെ തിന്നാനും രസം കിട്ടൂല. ഇങ്ങനെയാണ് ഏറ്റവും നല്ലത്. ഉള്ളി ഏകദേശം ഇങ്ങനെ ഒരു വാടി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു 3 പൂത്ത തക്കാളി. മജ്ബൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളി ഒരിക്കലും കൂടരുത്. നമ്മൾ വിചാരിക്കും കണ്ടമാനം ഉള്ളിയും തക്കാളി ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ സാധനം നന്നാവുള്ള ഉള്ളതാണ് കോളാവും. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു 7 വെളുത്തുള്ളി പൊടിച്ചതും അതുപോലെ 1 ചെറുപ്പത്തിൽ ഇഞ്ചി പീസും ചാച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ തിരിച്ച് കുറച്ച് കൂടിയത് കാരണം മടി പിടിച്ചൊന്നൊരു ബേജാറ്. അതിലേക്ക് പിന്നെ ആവശ്യമായ മസാല ഞാനൊരു 4 സ്പൂൺ അറബി മസാലയാണ് ഇട്ടിട്ടുള്ളത്, മജ്ബൂസിന്റെ മസാല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഉഷാറാവും, ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും ഭക്ഷണത്തിൽ പരമാവധി കമ്മിയാക്കലാണ് ഏറ്റവും നല്ലത്. രുചി കിട്ടാൻ ഉപ്പ് വേണേനും കുറച്ചാലും പെട്ടു കൂടിയാലും പെട്ടു. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തിയതിന്റെ പച്ചച്ചൂരും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് കെക്കി വൃത്തിയാക്കി മാറ്റി വെച്ച കോഴി നേരെ അതിലേക്ക് ഇട്ടു കൊടുക്കും. കോഴി അത്യാവശ്യം വലിയ പീസൊക്കെ ആണെങ്കിൽ കോഴി ഓടയില്ല. അതുപോലെ തന്നെ വിളമ്പുമ്പോൾ അത്യാവശ്യം എടുക്കാനും പുതക്കാനും വലുപ്പുണ്ടാവും ഓരോ പീസുകൾ. എന്നാൽ കാണുകൾക്കാണ് മനസ്സ് തറഞ്ഞിച്ചും നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ കോഴിയുടെ പീസ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ബിരിയാണി കട്ട് ചെയ്ത് കണ്ടത് കാലുണ്ടപ്പോൾ കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം, കാല് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്തായാലും വേണ്ട. കാല് ഓൽക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് പ്രശ്നത്തിന് ഒരു പരിഹാരം ഞാൻ അവിടെ ഉണ്ടാക്കി. അല്ലെങ്കിൽ അത് ആ പ്രശ്നം ചോറ് തിന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ പ്രശ്നത്തിന് പരിഹാരമാവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും മസാലയും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് ചൂടുള്ള വെള്ളം പോലെ ഞാൻ തിരിക്കണം. ആദ്യം തന്നെ തിരിച്ച് കത്തിച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറുണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലത് എന്താണ്, വെള്ളം കുറച്ച് തിളപ്പിച്ച് വെക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് പരിപാടി വെച്ചും. അല്ലാതെ നമ്മൾ പച്ച വെള്ളമൊക്കെ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പിന്നെ തിളക്കണ വരെ കാത്ത് നിൽക്കണം. അതൊക്കെ ആദ്യം അതിന്റെ എല്ലാ ലെവലും തെറ്റും. അരി ഇടുന്നതിന് മുമ്പായിട്ട് വെള്ളം നല്ല ചളുകുളേനെ തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇടാവൂ, അല്ലെങ്കിൽ അരിയിൽ കടന്ന് വാടും. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉണക്കനാരങ്ങ, ഗൾഫിലാണെങ്കിൽ വേറെ ടൈപ്പ് ഉണക്കനാരങ്ങ കിട്ടില്ല, നമ്മൾ അതാണ് ഇടല്. ഈ ഉണക്കനാരങ്ങ കുറച്ച് മഴ ഉണ്ടാവേണ്ടത് ഇത് ആദ്യം തന്നെ ഇട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ കുത്തി വരക്കിട്ട് ഉടഞ്ഞെങ്കിലും ഒന്ന് പേടിച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഒന്നും കൂടി മൂടി വെക്കുക. കോഴിയുടെ പീസ് വെന്തുക്കണം. എന്തായാലും പെണ്ണുങ്ങൾക്ക് കൊടുത്തോട്ടെ. ജോൾ ആ പീസ് കൊണ്ടാണ് പോയി. ഇതൊക്കെയാണ് കോലം. എന്ന് കഴിഞ്ഞിട്ട് ഓള് പറഞ്ഞു കോഴി നല്ല രസമുണ്ട്, നിങ്ങൾ എന്തുണ്ടാക്കിയാലും മോശം വരില്ല എന്നാൽ അതോടുകൂടെയുള്ള രോമൊക്കെ പാടെ നീച്ചു നിന്ന് പിന്നെ കജ്ജുകാലം മറക്കലുണ്ട്. അപ്പോൾ ഓള് പറഞ്ഞു കോയിൽ ഉപ്പ് പിടിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടാൻ തീരുമാനിച്ചു. കുറച്ച് കല്ലുപ്പിട്ടു. വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നു. വെള്ളം നെസിനോട് പാരാൻ പറഞ്ഞു. ഓള് വെള്ളം പറഞ്ഞു മൂടി വെച്ചു. എന്തായാലും വേണ്ട, മൂടി തുറന്നു നോക്കുമ്പോൾ വെട്ടി തിളച്ചു കൊടുന്ന വിചാരിച്ച ആയിട്ടില്ല കേട്ടോ. ഈ സമയത്തൊന്നും ഒരിക്കലും അരിയിടരുത്. നന്നായിട്ട് ചളു പുളേനെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരിയിടാവും. ഇപ്പൊ ഏകദേശം വെട്ടി തിളച്ച് എല്ലാം ഉസാറായിക്കണം. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. എല്ലാം കൊണ്ട് ഉസാറായിക്കണം, ഒന്നും പറയില്ല. ഓൾക്കും കുറച്ച് വേണത്തില്ലേ. എന്തായാലും നന്നായിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. പിന്നെ അതിലേക്ക് എന്തിച്ചാൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്തിച്ചാൽ നമ്മൾ മുമ്പ് കെക്കി ഊറ്റി മാറ്റി വെച്ച അരി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇടുമ്പോൾ ഈ കോലത്തിൽ തിളക്കാതെ ഒരിക്കലും നിങ്ങൾ അരി ഇടരുത്. അരി നമ്മൾ കരുതിയ വലുപ്പത്തിൽ കിട്ടൂല. അരി പൊട്ടും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. മജ്ബൂസ് മന്തിയൊക്കെ ഉണ്ടാക്കാൻ വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് വില കൂടിയ അരി വാങ്ങും. ഒരു 100 രൂപയുടെ മുകളിൽ വില കൂടിയ അരി വാങ്ങിയാൽ നമ്മൾ കരുതിയ മാതിരി കിട്ടും. വില കുറഞ്ഞ അരി വാങ്ങി എന്താ സംഭവിക്കണം വെച്ചാൽ അരി ഇങ്ങോട്ട് കടന്ന് ചീർത്തിട്ടേ അരി ഒരു ഒലക്കട വണ്ണം ഉണ്ടാവും, പക്ഷെ കാണാനൊരു ഗുമ്മും ഉണ്ടാവില്ല, നീളം വെക്കൂല, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും വില കൂടിയ അരി വാങ്ങിയാൽ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും. ചോറ് നല്ല പെരുക്കൊണ്ടാവും. അതുപോലെ തന്നെ മന്തി, മധുഹൂത്ത്, കബ്സ ഇതിനൊക്കെ ഏറ്റവും നല്ലത് ഗോൾഡൻ കളർ അരിയാണ്. ഈ കോലത്തിലായിട്ടുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ പറ്റി ഏകദേശം സെറ്റ് ആയിക്കണം. വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ അളക്കരുത്. ഇത് നോക്കുകയാണെങ്കിൽ ഓരോ ഇഞ്ച് വലുപ്പുണ്ടാവും. അതാണ് വില കൂടിയ അരി വാങ്ങിയുള്ള പ്രത്യേകത. കൂട്ടാൻ കുത്തി വരക്കണ മാതിരി അതേമാതിരി ഇറച്ചിയും പുളിയും അളക്കണ മാതിരി ഒന്നും അളക്കാൻ നിൽക്കരുത്. ഇതാകെ ഉടഞ്ഞ് നുറുവിനായിട്ട് ഒരു മനുഷ്യന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി വളം വെച്ച് കൊടുക്കാൻ ഒരു അന്തം കിട്ടൂല. നമ്മളെ ഈ അരികളൊക്കെ നല്ല വൃത്തിയിൽ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അളക്കണോടത്താണ്. അതേമാതിരി തന്നെ തിജ് നല്ല വെള്ളം വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ തിജ് കമ്മിയാക്കുക. ഒരിക്കലും തിജ് നമ്മൾ അതിന്റെ മുമ്പേ കമ്മിയാക്കി വെക്കരുത്. അതിന്റെ ഉള്ളിൽ ചളി വിളി മാതിരിയാവും, പിന്നെ ആ ചോറ് പോകൂല. ഏകദേശം നമ്മളെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എന്താ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് നല്ലൊരു മണം കിട്ടും. ഒരിക്കലും പുതിന ഇട്ട് കൊടുക്കരുത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ അതിന്റെ മുകളിൽ കുറച്ച് അറബി മസാല, അതായത് മജ്ബൂസിന്റെ മസാല അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചോറിനൊരു പ്രത്യേക ഒരു മണവും കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു രുചിയും കിട്ടും. ആ ചോറ് വളമ്പുമ്പോൾ ആ മണം നേരെ പുറത്തേക്ക് വരും. ദമ്മക്കാണ് പൊട്ടിക്കുമ്പോണ്ടല്ലോ വേറെ ലെവലായിക്കാരം. ഇങ്ങനെ ചെയ്യുക. അതിന്റെ മുകളിൽ അങ്ങോട്ട് മൂടി കയറ്റി വെക്കുക. നന്നായിട്ട് ദമ്മിടുക. ഞങ്ങൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ അലുമിനിയം ഫോയിലാണ് ഇടല്. അപ്പൊ നമ്മൾ മുകളിൽ ദമ്മ് കൊടുക്കല്ല. ഞങ്ങൾ 2 ആടും 3 ആടും 5 ആടിന്റെ ഒക്കെ പാർട്ടി ആണെങ്കിൽ ഞങ്ങൾ അലുമിനിയം ഫോയിൽ ഇട്ടിട്ടാണ് ദമ്മിടല്. ചെമ്പിന്റെ മൂടി ഇങ്ങനെ കൊണ്ട് നമുക്കൊരു ബേജാറുമില്ല. എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല. ആ പരന്ന മൂടിയാണ് നമ്മുടെ ശ്രദ്ധക്കുറവ് പറ്റിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അപ്പൊ നമ്മുടെ അമ്മിക്കുട്ടിയൊക്കെ അതിന്റെ മുകളിൽ കയറ്റിയേക്കണ്ടത്. ഇതിന്റെ മുകളിൽ അമ്മിക്കുട്ടിയും കുന്താണ്ടിയൊന്നും കയറ്റിയേക്കേണ്ട ആവശ്യമില്ല. തിജ് പരമാവധി കോരിടുക. അടിയിൽ തിജ് പരമാവധി കമ്മിയാക്കി വെക്കുക. ഒരു 20-25 മിനിറ്റ് ദമ്മ് കൊടുത്താലും മജ്ബൂസ് റെഡി ആയി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കറക്റ്റ് ആക്കുക. അരി 1 മണിക്കൂർ മുമ്പ് കഴുകി വെക്കുക. കോയിട്ട് ഒരു 60% വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. കൂടുതൽ വേവിച്ചാൽ നിൽക്കരുത്. അരിയിൽ കടന്ന് തിളച്ചിട്ട് കോയി ആകെ പിളിപിളിയാവും. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ ഈ മൂടി ഇങ്ങനെ കൊണ്ടേ ഒരു ബേജാറും ഇല്ലാതെ നമുക്ക് അതിന്റെ മുകളിൽ തിജൊക്കെ ഒഴിവാക്കാം. ഗൾഫിലൊക്കെ ഞങ്ങൾ കരിയനറിൽ ഇത് അടുപ്പിലുള്ള പിന്നെ മടക്കനട്ടിയും അതുപോലെ തന്നെ ചേർട്ടയുടെ ഒക്കെ കണലാണ് ഇപ്പൊ ഇതിന്റെ മുകളിലുള്ളത്. അപ്പൊ നമ്മളെ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചോളൂ, മെസ്സേജ് ഒക്കെ ചെയ്തോണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേമാതിരി ഉണ്ടാവും. എന്താ ഇതിന്റെ മണം എന്ന് അറിയോ? ഇവിടെ നിൽക്കാൻ പറ്റില്ല, ആജാതി മണം. എന്തായാലും സംഭവം ഉഷാറായിക്കൊണ്ടില്ല. ഇനി വളമ്പടം ഒന്ന് കാണിച്ചു തരാം. എപ്പോഴും മജ്ബൂസ് ചൂട് കൊടുക്കാനെ തിന്നാ, രണ്ടാമത് ചൂടാക്കാനോ നിൽക്കരുത്. അതുപോലെ തന്നെ ചോറ് എടുത്തു കഴിഞ്ഞാൽ വേഗം മൂടി വെക്കുക. എന്തായാലും എല്ലാവരോടും കാണുമ്പോൾ കാണാൻ അഭിപ്രായങ്ങൾ ആരോടും പങ്കുവെക്കാൻ മറക്കരുത്. ഒരാരും ചെറുതല്ല, എല്ലാം തേഞ്ഞ ആരുമില്ല. കാണുമ്പോൾ കാണാം. ബൈ. പിന്നെ വേറൊരു കാര്യം, മജ്ബൂസിൽ ഈ മസാല ഇല്ലാതെ വേറൊരു മസാലയും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ.